അങ്ങനെ ഒന്നോ രണ്ടോ മത്സരങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് കപ്പ് അവസാനിക്കാൻ പോവാണ്. ഈ ഒരു വേൾഡ് കപ്പിന്റെ സമയത്ത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ അഭിപ്രായങ്ങളിലൂടെയും ട്രോളുകളിലൂടെയും തമാശകളിലൂടെയും മണ്ടത്തരങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ ഒരുപാട് കണ്ടന്റുകളെ നമുക്ക് കൊണ്ടുതന്നിട്ടുണ്ട്. ഇവർ ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞാൽ മറ്റു പല കണ്ടന്റുകളിലേക്കൊക്കെ പോകുമായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് നീ ട്രൂ ഫുട്ബോൾ ഫാൻ ആണോടാ, നീ സീസണൽ ഫാൻ അല്ലേടാ, നിനക്ക് ഫുട്ബോളിനെ പറ്റി പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്ന മൊണ്ണകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് കുറച്ച് പേര് ഞങ്ങൾ ഒരുപാട് കളികൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ വിടുവായിട്ടും പറയുന്ന കുറെ എലൈറ്റ് ഫാൻസ് ഈ പെസ് ഈ ഫുട്ബോൾ പോലുള്ള ഗെയിമുകളൊക്കെ കളിച്ചിട്ട് ഒരുപാട് കളിക്കാരുടെയൊക്കെ പേരുകൾ മനപ്പാടാക്കി വെച്ചിട്ട് നമ്മളോട് വന്ന് ഛർദ്ദിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്ന് എന്തൊക്കെയോ പറയുന്ന കുറെ ആളുകളോട് നിങ്ങളൊക്കെ ഒരുപാട് കളികൾ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഫുട്ബോളിനെ പറ്റി പഠിച്ചതുകൊണ്ടോ അല്ല ഇവിടെ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇങ്ങനെ നിലനിന്ന് പോരുന്നത്. പകരം ഇവിടെയുള്ള ഓരോ സാധാരണക്കാരൻ്റെ ഉള്ളിലും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. അത് ഓരോ 4 വർഷം കൂടുന്ന സമയത്ത് വേൾഡ് കപ്പിന്റെ സമയത്ത് അണ പൊട്ടി ഒഴുകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചില ഫാൻ ഫൈറ്റുകൾ നടക്കും, ചിലർ പോസ്റ്റർ ഒട്ടിക്കും, ചിലർ അഭിപ്രായങ്ങൾ പറയും, അങ്ങനെ പല കാര്യങ്ങളും നടക്കും. അതിൻ്റെ ഇടയിലാണ് ചില ഇത്തിൽ കണ്ണികൾ അവരുടെ ഇഷ്ട ടീമിനെയോ അല്ലെങ്കിൽ ഇഷ്ട താരത്തെയോ ഒക്കെ തോടുന്ന സമയത്ത് അല്ലെങ്കിൽ വിമർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്കെതിരെ ചർച്ചകൾക്ക് വഴിതെളിക്കുന്ന സമയത്ത് ആ കൂട്ടരെ പോയിട്ട് സീസണൽ ഫാൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ശരിക്കും അതൊരു ബാലിശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള ഒരു ഫുട്ബോൾ കൾച്ചർ ഒന്നും നമ്മുടെ ഇന്ത്യയിലില്ല. പിന്നെയും കേരളത്തിലാണ് കുറച്ച് ഭേദപ്പെട്ട ഒരു അവസ്ഥയെങ്കിലും ഉള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് വേൾഡ് കപ്പ് പോലുള്ള ഒരു ഇവന്റ് വരുന്ന സമയത്ത് എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കട്ടെ, എല്ലാവരും അതിനെപ്പറ്റി അഭിപ്രായം പറയട്ടെ. നിങ്ങൾ എന്തിനാണ് വെറുതെ എലൈറ്റ് ഫാൻസ് ചമയാൻ നിൽക്കുന്നത്? 4 ആളെ മുന്നിൽ നിങ്ങൾ യഥാർത്ഥ ഫുട്ബോൾ ഫാൻ ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കമന്റ് അല്ലെങ്കിൽ ടാഗുകളൊക്കെ മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഈഗോ കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി.